കഥ ആരംഭിക്കുന്നത് ജേസൺ എന്ന പയ്യൻ കാണുന്ന സ്വപ്നത്തിൽ നിന്നുമാണ്. സൗത്ത് ബോസ്റ്റണിൽ ജീവിക്കുന്ന അവൻ മാർഷൽ ആർട്സ് ഫിലിമുകളുടെ വലിയ ഫാനായിരുന്നു. അന്നവൻ കണ്ട സ്വപ്നമാകട്ടെ മങ്കി കിങ് ആയ സും വുക്കോങ് സെലസ്റ്റിയൽ സോൾജേഴ്സുമായി മേഘങ്ങളിൽ നിന്ന് ശക്തമായി ഏറ്റുമുട്ടൽ നടത്തുന്നതാണ്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റിയ അവൻ തന്റെ മുന്നിൽ TV വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. അതിലൊരു മാർഷൽ ആർട്സ് ചലച്ചിത്രമായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അവൻ അത് ഓഫ് ചെയ്തു. ഓറിയന്റൽ സിനിമകളുടെ ഒരു വലിയ ആരാധകനാണ് അവൻ. അവന്റെ ചുവരുകൾ മുഴുവൻ ആ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ജേസൺ പിന്നാലെ അവിടെ നിന്നടുത്തുള്ള ഒരു പണയക്കടയിലേക്ക് പോയി. ആ പോൺ ഷോപ്പിൽ എപ്പോഴും ചൈനീസ് ജാസ് സംഗീതം പ്ലേ ചെയ്യപ്പെടാറുണ്ട്. ആ കടയിൽ എപ്പോഴും കാണപ്പെടാറുള്ള ഹോപ്പ് എന്ന വൃദ്ധനോട് അവൻ ഹലോ പറഞ്ഞു. പിന്നാലെ അവൻ ചില രസകരമായ സീഡികൾ കണ്ടെത്തുകയും മറ്റ് ചൈനീസ് ചലച്ചിത്രങ്ങളെ പറ്റിയൊക്കെ ഹോപ്പിനോട് ചോദിക്കുകയും ചെയ്തു. ഹോപ്പിന് ഈ സിനിമകളെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ട്. പക്ഷേ പെൺകുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി കുംഫു പഠിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വെള്ളക്കാരൻ മാത്രമാണ് ജേസൺ എന്നാണ് അദ്ദേഹം എപ്പോഴും കരുതിയിരുന്നത്. അവിടെ തുടരുമ്പോ തന്റെ സ്വപ്നത്തിൽ താൻ കണ്ടതുപോലെയുള്ള ഒരു സ്വർണ്ണവടി പണയക്കടയുടെ വെയർഹൌസിൽ ജേസൺ കണ്ടു. ഹോപ്പ് പറഞ്ഞു, 100 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മുത്തച്ഛൻ ഈ കട തുറന്നപ്പോ ആരെങ്കിലും ഈ വടി വാങ്ങാൻ വരും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആരും വന്നില്ല. പിന്നീടത് ഹോപ്പിന്റെ പിതാവിലേക്ക് എത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവിനും അതിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് അത് ഹോപ്പിലേക്ക് വന്നെത്തുകയായിരുന്നു. ജേസൺ പെട്ടെന്ന് തന്നെ ആ വടി തിരിച്ചറിഞ്ഞു. അത് നോർത്തേൺ ടെമ്പിൾ ശൈലിയിലുള്ള ഒരു ബോപ്പുള്ളാണ്. അവൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോ ഹോപ്പ് പറഞ്ഞത് അതെല്ലാം വെറും വിഡ്ഢിത്തമാണെന്നായിരുന്നു. കൂടാതെ അവന് വിലക്കുറവിൽ 5 ബ്രൂസ്ലി സിനിമകൾ നൽകാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ മനുഷ്യൻ വെയർഹൌസിന്റെ വാതിലടച്ചു. ജേസൺ പിന്നാലെ പുറത്തിറങ്ങി തന്റെ ഇടത്തേക്ക് സൈക്കിളിൽ പോവാൻ തുടങ്ങി. ആ സമയം ഒരു പെൺകുട്ടി അവനെ കൈകുട്ടി വിളിച്ചു. അവൻ ചൈന ടൗണിൽ അടിക്കടി വരുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. ഇരുവരും സംസാരിച്ചു. തനിക്ക് കുംഫുവിൽ താല്പര്യമുണ്ട് എന്നവൻ പറഞ്ഞു. ആ സമയമാണ് ഒരു കൂട്ടം പ്രശ്നക്കാരായ പയ്യന്മാർ അവന്റെ അടുത്ത് വരികയും അവന്റെ സാധനങ്ങൾ പരിശോധിക്കാൻ തുടങ്ങുകയും ചെയ്തത്. അവൻ മാർഷൽ ആർട്സ് സിനിമകളുടെ വലിയ ആരാധകനായതുകൊണ്ട് അവനോട് കുംഫു കാണിക്കാൻ അവർ ആവശ്യപ്പെട്ടു. പക്ഷേ അവന് കുംഫു അറിയില്ലല്ലോ. തുടർന്നവർ അവനെ ബുള്ളി ചെയ്യാനും തല്ലാനുമൊക്കെ ആരംഭിച്ചു. ആ പ്രശ്നക്കാരായ പയ്യന്മാരിലെ പ്രധാനി അവന്റെ വയറ്റിൽ ചവിട്ടി. അവൻ അവിടുത്തെ പോൺ ഷോപ്പിൽ പോകാറുണ്ടോ എന്നവർ ചോദിച്ചു. ജേസണ് പോകാറുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു. ഗുണ്ടകൾ അവനെ ആ പണയക്കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ പ്രശ്നക്കാരായ പയ്യന്മാർ അങ്ങോട്ടേക്ക് അതിക്രമിച്ചു കയറി വൃദ്ധനായ ഹോപ്പിനെ തള്ളിമാറ്റി പണം എവിടെയാ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പക്ഷെ ആ മനുഷ്യൻ മറുപടിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഭയന്ന് കണ്ണീരോടെ ജേസൺ അത് നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. ഹോപ്പ് സ്വയം പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഒരു വടികൊണ്ട് ഗുണ്ടകളിൽ ഒരാളുടെ തലയിലടിച്ചു. പ്രശ്നക്കാരായ പയ്യന്മാരുടെ പ്രധാനി ലൂപ്പോ ഇത് കാണുകയും ആ വൃദ്ധന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ ജേസൺ അത് കണ്ട് ഞെട്ടി. ലൂപ്പോയുടെ കൂടെയുള്ളവരും ഹോപ്പുടൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ സ്വർണ്ണവടി ജേസന് കൈമാറി. അത് നന്നായി നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ കയ്യിൽ അത് ഏൽപ്പിക്കണം എന്നും വിളിച്ചു പറഞ്ഞു. ജേസനാകട്ടെ ലൂപ്പോയുടെയും സംഘാംഗങ്ങളുടെയും അടുത്തു നിന്ന് രക്ഷപ്പെട്ട് കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഓടി. പക്ഷേ അവിടെ എത്തിയതും അവന് മറ്റെങ്ങോട്ടേക്കും ഓടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ വഴിമുട്ടി നിന്നു. ലൂപ്പോ അവന് നേരെ തോക്ക് ചൂണ്ടി. പക്ഷേ ആ വടിയുടെ മാന്ത്രിക ശക്തി ജേസനെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് വീഴ്ത്താൻ ആരംഭിച്ചു. പക്ഷെ അവൻ വീണതോ മറ്റേതോ കാലഘട്ടത്തിൽ മലനിരകളിലെ ഏതോ ഒരു കുടിലിനകത്തായിരുന്നു. തികച്ചും വ്യത്യസ്തമായ പരമ്പരാഗത ചൈനീസ് വസ്ത്രങ്ങളായിരുന്നു അവൻ ധരിച്ചിരുന്നതും. താനിതെവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന അത്ഭുതത്തോടെ ജേസന് തോന്നി. ആ സമയമാണ് കവചം ധരിച്ച ക്രൂരരായ മനുഷ്യർ കുതിരപ്പുറത്ത് ആ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. അവിടുത്തെ സാധാരണക്കാരെ അവർ കൊല്ലാനും ആരംഭിച്ചിരുന്നു. ഒരു വൈക്കോൽ കൂനയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്ന് ജേസൺ ആ കാഴ്ച കണ്ടു. പക്ഷെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നത് പട്ടാളക്കാരുടെ ഒരു സേനയായിരുന്നു. അവർ മറഞ്ഞിരിക്കുന്ന ജേസനെ കണ്ടു. ജേസനെ പിടികൂടാൻ പിന്നാലെ പാഞ്ഞെത്താൻ തുടങ്ങി. ജേസൺ സ്വയരക്ഷയ്ക്കായി തന്റെ കയ്യിലിരുന്ന ബോപ്പുള്ളുമെടുത്ത് അവിടെ നിന്ന് വേഗത്തിൽ പോകാൻ തുടങ്ങി. ആ പ്രദേശത്തിനടുത്തു തന്നെ ലൂയാൻ എന്ന മദ്യപാനിയായ ഒരു താവോയിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശൈലി ഡ്രങ്കൺ മാസ്റ്റർ ശൈലിയായിരുന്നു. തന്റെ വെറും കൈകൾ കൊണ്ട് സൈനികരെ പോലും എതിരിടാൻ കഴിവുള്ള മികച്ച മാർഷൽ ആർട്ടിസ്റ്റായ ഒരു മദ്യപാനിയാണ് അവൻ. അങ്ങോട്ടേക്കെത്തിയ ജേസനോട് എന്തോ പറയാൻ ലൂയാൻ ശ്രമിച്ചു. പക്ഷേ ലൂയാൻ പറയുന്നത് മുഴുവൻ ചൈനീസ് ഭാഷയിലാണ്. ജേസനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ജേസൺ അത് വിശദീകരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ലൂയാൻ പറഞ്ഞു, ശ്രദ്ധയോടെ കേട്ടാൽ നിനക്കത് മനസ്സിലാകും. പെട്ടെന്ന് ലൂയാന്റെ പിന്നിലാരോ ആക്രമിക്കാൻ വരുന്നു എന്ന് ജേസൺ വിളിച്ചു പറഞ്ഞു. ആ മനുഷ്യൻ ഉടൻ തന്നെ അത് മനസ്സിലാക്കി തിരിച്ചടിച്ചു. പിന്നാലെ അവർ ഒരു കുതിരപ്പുറത്ത് കയറി അവിടെ നിന്നൊരു റെസ്റ്റോറന്റിലേക്ക് പോയി.
താൻ എവിടെയാണെന്നോ ആരാണ് തന്നെ ആക്രമിച്ചതെന്നോ ഒന്നും ജേസൺ ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ജേസൺ അതെല്ലാം ലൂയാനോട് പറഞ്ഞു. ആ സമയമാണ് ലൂയാൻ പറയുന്നത്, നീ ഇവിടെ അവിചാരിതമായി വന്നുപെട്ടതൊന്നുമല്ല. നീ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറുമൊരു സ്വപ്നവുമല്ല. നിന്റെ കയ്യിലുള്ള ഈ സ്വർണദണ്ഡുമായി ഒരാൾ മടങ്ങി വരുമെന്നും ജെയ്ഡ് ഡിക്റ്റേറ്ററുടെ അധികാരം ഏകാധിപത്യം അവസാനിപ്പിക്കുമെന്നും പണ്ടേ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. നിന്റെ കയ്യിലിരിക്കുന്ന ആ സ്വർണദണ്ഡ് മങ്കി കിങ്ങിന്റേതാണ്. അദ്ദേഹമായിരുന്നു ഭൂമിയിലെ സമാധാനം സംരക്ഷിച്ചത്. ഒരു വലിയ ജെയ്ഡ് സൈന്യത്തിന് പോലും അദ്ദേഹത്തെ നേരിടാൻ കഴിഞ്ഞിരുന്നില്ല. മങ്കി കിങ്ങിനെതിരെ ഒരുപാട് സൈനികരെ അയച്ചെങ്കിലും മാന്ത്രികവടിയുടെ ശക്തി കൊണ്ട് മങ്കി കിങ് അവരെയൊക്കെ പരാജയപ്പെടുത്തി. മങ്കി കിങ്ങിന്റെ ഈ വാർത്തകൾ വിലക്കപ്പെട്ട രാജ്യത്തിലേക്ക് തുളച്ചു കയറി അമർത്യരുടെ ദേശമായ 5 എലമെന്റ്സ് പർവ്വതത്തിലെത്തി. ഓരോ 500 വർഷത്തിലും ജെയ്ഡ് ചക്രവർത്തി ഒരു പീച്ച് വിരുന്നൊരുക്കും. അതിൽ സ്വർഗീയ മന്ത്രിമാർ അമർത്യതയുടെ അമൃത് കുടിക്കും. അത്തരമൊരു പാനീയത്തിന്റെ ഒരു സിപ്പ് അവർക്ക് മർത്യമായ സങ്കടങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും മുക്തമായ നിത്യജീവൻ നൽകുമായിരുന്നു. അങ്ങനെ ഒരു വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടാതെ മങ്കി കിങ് അതിക്രമിച്ചു കയറി. ചക്രവർത്തി അവനിൽ ആകൃഷ്ടനായെങ്കിലും ചീഫ് മിലിറ്ററി ഓഫീസർക്ക് അതിഷ്ടപ്പെട്ടില്ല. മങ്കി കിങ് തനിക്ക് മുന്നിൽ തലകുനിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മങ്കി കിങ്ങിനൊരു പദവി നൽകി വിട്ടയക്കാനായിരുന്നു ചക്രവർത്തി പറഞ്ഞത്. പക്ഷേ വാർലോഡിന്, അതായത് ചീഫ് മിലിറ്ററി ഓഫീസർക്ക് ചക്രവർത്തിയുടെ ആ വാക്ക് കേൾക്കാനാകുമായിരുന്നില്ല. ചക്രവർത്തിയുടെ വാക്ക് അനുസരിക്കാതെ തങ്ങളിൽ ആരാണ് മികച്ചത് എന്നറിയുവാൻ മങ്കി കിങ്ങിനെ ഒരു ദ്വന്ദ്വയുദ്ധത്തിന് അയാൾ വെല്ലുവിളിച്ചു. അവർ തമ്മിൽ യുദ്ധം തുടങ്ങി. മങ്കി കിങ് വേഴ്സസ് വാർലോഡ്. മങ്കി കിങ് കൂടുതൽ തന്ത്രശാലിയായിരുന്നു. അയാൾ അവന്റെ ഒരു ക്ലോണിനെ ആവാഹിച്ചു വരുത്തി. പിന്നാലെ ആ ക്ലോണിനെ വാർലോഡിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വിട്ട് മാറിയിരുന്ന അയാൾ അത് കണ്ടു ചിരിച്ചു. യുദ്ധപ്രഭുവിന്റെ എല്ലാ ആക്രമണങ്ങളെയും മങ്കി കിങ് പ്രതിരോധിച്ചു. തുടർന്ന് അവിടുണ്ടായിരുന്ന കുന്തങ്ങൾ അത്രയും മങ്കി കിങ്ങിനെതിരെ വാർലോഡ് പ്രയോഗിച്ചു. പക്ഷേ മങ്കി കിങ് വിദഗ്ധമായി അതിൽ നിന്ന് രക്ഷപ്പെടുകയും ഒരു കോടാലി വാർലോഡിന് നേരെ പ്രയോഗിക്കുകയും ചെയ്തു. മങ്കി കിങ്ങിനെ അങ്ങനെ തോൽപ്പിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ യുദ്ധപ്രഭു അതോടെ അവനെ ചതിക്കാൻ തീരുമാനിക്കുകയാണ്. മങ്കി കിങ്ങിന്റെ സ്വർണ്ണ വടിയില്ലാതെ അവനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ യുദ്ധപ്രഭു അതൊഴിവാക്കി പോരടിക്കാൻ വരാൻ മങ്കി കിങ്ങിനെ വെല്ലുവിളിച്ചു. മങ്കി കിങ് അതോടെ മാന്ത്രിക ശക്തി അടങ്ങിയ തന്റെ വടി മാറ്റിവെച്ചു. ഒട്ടും വൈകിയില്ല. ഉടൻ തന്നെ ആ യുദ്ധപ്രഭു വാർലോഡ് മന്ത്രവാദം പ്രയോഗിച്ചു. താൻ ചതിക്കപ്പെടുകയാണെന്നും മനസ്സിലാക്കിയ നിമിഷം മങ്കി കിങ് തന്റെ ശക്തിയേറിയ ആ വടി മിഡിൽ കിങ്ഡത്തിലേക്ക് എറിഞ്ഞു. യുദ്ധപ്രഭു അഥവാ വാർലോഡ് തന്റെ മാന്ത്രിക ശക്തിയിൽ മങ്കി കിങ്ങിനെ ഒരു പ്രതിമയാക്കി മാറ്റി. അന്നു മുതൽ മങ്കി കിങ് തന്റെ വടി തിരികെ ലഭിക്കാൻ കാത്തിരിക്കുകയാണ്. 500 വർഷമായി മങ്കി കിങ്ങിന്റെ ആ തടവ് തുടരുന്നു. ലൂയാൻ തനിക്കറിയാവുന്ന കാര്യങ്ങൾ ജേസനോട് വിശദീകരിച്ചു. ജേസന്റെ കയ്യിലിരിക്കുന്നത് മങ്കി കിങ്ങിന്റെ ദണ്ഡാണ്. തനിക്ക് തന്റെ അടുത്തേക്ക് തിരികെ പോകണം എന്ന് ജേസൻ ലൂയാനോട് പറഞ്ഞു. പക്ഷേ 5 എലമെന്റ്സ് പർവ്വതത്തിൽ ഈ ദണ്ഡ് എത്തിക്കേണ്ടത് ജേസന്റെ ഉത്തരവാദിത്തമാണ് എന്നായിരുന്നു ലൂയാൻ വ്യക്തമാക്കിയത്. അവർ സംസാരിച്ചിരിക്കെ അങ്ങോട്ടേക്ക് യുദ്ധപ്രഭുവിന്റെ ജെയ്ഡ് സൈനികർ കടന്നു വന്നു. ആ ദണ്ഡ് കൈക്കലാക്കാൻ അവർ ശ്രമിക്കാൻ തുടങ്ങി. പക്ഷേ ജേസൻ അത് ലൂയാന് കൈമാറി. ആ സമയം മുഴുവൻ അവിടെ സംഗീതം വായിച്ചിരുന്നൊരു പെൺകുട്ടി അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് അവിടെ ഒരു സംഘട്ടനം ഉടലെടുത്തു. ശക്തമായ ഏറ്റുമുട്ടൽ. അതിൽ ലൂയാന് നിരന്തരം ജേസനെ രക്ഷിക്കേണ്ടി വന്നു. എന്നാൽ പിന്നീട് അവൻ ദണ്ഡ് ജേസന് നൽകി സ്വയം പ്രതിരോധിക്കാൻ പറഞ്ഞു. ലൂയാൻ തന്റെ കൈക്കരുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. മദ്യപിച്ചുകൊണ്ടുള്ള മുഷ്ടിയുദ്ധം എപ്പോഴത്തെയും പോലെ തന്റെ ശത്രുക്കൾക്കെതിരെ ലൂയാൻ പ്രയോഗിച്ചു. വൈകാതെ കൂടുതൽ ജെയ്ഡ് പോരാളികൾ റെസ്റ്റോറന്റിലേക്ക് ഓടിയെത്താൻ തുടങ്ങി. അതോടെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അവിടെ സംഗീതം വായിച്ചുകൊണ്ടിരുന്ന ഗോൾഡൻ സ്പാരോ എന്നറിയപ്പെടുന്ന പെൺകുട്ടിയായിരുന്നു അവരെ അതിന് സഹായിച്ചത്. അവൾ തെക്ക് ദേശത്ത് നിന്നുള്ളവളാണ്. കൂടാതെ വളരെ ശക്തിയായ ഒരു പോരാളി കൂടിയായിരുന്നു. അവർ തങ്ങളുടെ കുതിരപ്പുറത്ത് കയറി റെസ്റ്റോറന്റിന് അപ്പുറമുള്ള മുളങ്കാടുകളിലേക്ക് വേഗത്തിൽ പാഞ്ഞുപോയി. പോകുന്ന വഴിയിൽ ലൂയാൻ അമർത്യനായ വ്യക്തിയാണ് എന്ന് ഗോൾഡൻ സ്പാരോ പറഞ്ഞു. പക്ഷേ അവൾക്ക് ഈ വിവരം എവിടെ നിന്നാണ് ലഭിച്ചത്? അത് ചോദ്യമായി അവശേഷിക്കുന്നു. അവർ യാത്ര തുടർന്നു. ദണ്ഡ് തിരികെ മങ്കി കിങ്ങിന്റെ അടുത്തെത്തിക്കണം. പക്ഷെ അങ്ങോട്ടേക്കുള്ള പാത വറ്റിവരണ്ട മരുഭൂമിയിലൂടെയാണ്. മാത്രമല്ല ആ പ്രദേശങ്ങളിലൊന്നും വീഞ്ഞു കിട്ടുകയുമില്ല. അതുകൊണ്ട് പർവ്വതം വരെ താൻ അവരുടെ കൂടെ വരില്ലെന്ന് ലൂയാൻ അവരോട് പറഞ്ഞു. അപ്പോഴാണ് ഗോൾഡൻ സ്പാരോ അത് പറഞ്ഞത്. ഓരോ അമർത്യനായ വ്യക്തിക്കും അവരുടെ ശക്തി നിലനിർത്തുന്നത്
നിർത്താൻ അവരുടേതായ ഒരു പാനീയമുണ്ട്. ലൂയാന്റേത് വീഞ്ഞാണ്. അതുകൊണ്ടാണ് ലൂയാൻ എപ്പോഴും വീഞ്ഞു കുടിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ പർവ്വതത്തിലേക്ക് വരില്ല എന്ന് പറയുന്നതും. പിന്നാലെ ലൂയാൻ ജേസനോടും ഗോൾഡൻ സ്പാരോയോടും യാത്ര പറഞ്ഞ് അവിടുന്ന് മടങ്ങാനൊരുങ്ങി. പോകുന്നതിന് മുമ്പ് ജേസനടുക്കൽ ലൂയാൻ പറഞ്ഞു, ഈ ലോകത്ത് നീ മരണപ്പെട്ടാൽ നിന്റെ പ്രസന്റ് കാലഘട്ടത്തിലും നീ മരണപ്പെടും. ജേസൺ ആ സമയം തന്നെ കുംഫു പഠിപ്പിക്കാൻ ലൂയാനോട് ആവശ്യപ്പെട്ടു. ഇവിടെ അതിജീവിക്കണമെങ്കിൽ തനിക്ക് ആ കഴിവ് ആവശ്യമാണ് എന്നവൻ വ്യക്തമാക്കി. ലൂയാൻ അവനെ പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചു. അവനൊരു മുളവടി കൊണ്ട് പുല്ല് ചെത്താനായിരുന്നു ആദ്യം ലൂയാൻ ഏൽപ്പിച്ചത്. രണ്ടാം ദിവസമായതും ജേസൺ അത് മടുപ്പുണ്ടാക്കി. കൂടുതൽ കൃത്യമായ എന്തെങ്കിലും പഠനകാര്യത്തിലേക്ക് കടക്കാൻ അവൻ ലൂയാനോട് ആവശ്യപ്പെട്ടു. രാത്രിയിലും അവൻ ആ പറച്ചിൽ തുടർന്നു. അവൻ മാർഷൽ ആർട്സ് സിനിമകളിൽ നിരവധി വിദ്യകൾ കണ്ടിട്ടുണ്ട്. അവയൊക്കെ പഠിപ്പിച്ചു തരാനായിരുന്നു അവൻ ലൂയാനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ലൂയാൻ അവന് ഒരു കോപ്പയിൽ ചായ പകർന്നു നൽകി. അവന്റെ പാത്രം ഇതിനകം നിറഞ്ഞിരിക്കുകയാണെങ്കിലും ലൂയാൻ അതിലേക്ക് വീണ്ടും ചായ ഒഴിച്ചുകൊണ്ടേയിരുന്നു. പാത്രം ഇതിനകം നിറഞ്ഞു കവിഞ്ഞുവെന്ന് പറഞ്ഞ് ജേസൺ അവനോട് നിർത്താൻ ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് ലൂയാൻ പറഞ്ഞത് ആ പാത്രം നിന്നെപ്പോലെ തന്നെ നിറഞ്ഞിരിക്കുകയാണെന്നായിരുന്നു. ഉടൻ ലൂയാൻ പറഞ്ഞു, നീ ഇതുപോലാണ്, നീയും നിറഞ്ഞിരിക്കുകയാണ്. പഞ്ചുകളെപ്പറ്റിയും മറ്റും നിനക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നിന്നെ പഠിപ്പിക്കൽ അസാധ്യമായിരിക്കും. നീയാകെ ചെയ്യേണ്ടത് കോപ്പയിലുള്ള ചായ പുറത്തേക്ക് ഒഴിച്ചു കളയുക എന്നത് മാത്രമാണ്. പക്ഷേ ലൂയാൻ പറഞ്ഞതിന്റെ അർത്ഥം ജേസനും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ചായ പുറത്തേക്കൊഴിച്ചു. അത് കണ്ടതും ലൂയാൻ പറഞ്ഞു, നിന്നിൽ എനിക്കൊരു പ്രതീക്ഷയുമില്ല. അത് കേട്ടതും ജേസൺ അവിടെ നിന്ന് നടന്നു നീങ്ങി. അവൻ നേരെ പോയത് ഗോൾഡൻ സ്പാരോയുടെ അടുത്തായിരുന്നു. ഗോൾഡൻ സ്പാരോ സംഗീതം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയും സ്വർഗവും തമ്മിലുള്ള പാലമാണ് സംഗീതം എന്നവൾ പറഞ്ഞു. അതുകൊണ്ടാണത്രേ അവൾ തന്റെ വാദ്യം പലപ്പോഴും വായിക്കുന്നത്. ആ സമയം ആകാശത്തിടിമുഴങ്ങി. ഇതേ സമയം മറുവശത്ത് ജേഡ് സൈനികർ യുദ്ധപ്രഭുവിന്റെ അടുക്കൽ വന്ന് മിഡിൽ കിങ്ഡത്തിൽ മങ്കി കിങ്ങിന്റെ ദണ്ട് കണ്ടതായി ഒരു കിംവദന്തി പരക്കുന്നുണ്ട് എന്ന വിവരമറിയിച്ചു. കർഷകർ ഇതിനകം തന്നെ പഴയ ആ പ്രവചനത്തെക്കുറിച്ച് പരസ്പരം മന്ത്രിക്കുന്നുമുണ്ട്. മങ്കി കിങ്ങിന്റെ അടുക്കൽ ദണ്ട് തിരികെ എത്തുമെന്ന്. ഒക്കെ കേട്ടതും യുദ്ധപ്രഭുവിന് ദേഷ്യം മിരച്ചു കയറി. ആ വിവരമറിയിക്കാൻ വന്ന ആ സൈനികനെ തന്നെ യുദ്ധപ്രഭു കൊന്നു. ചെന്നായികളിൽ നിന്ന് ജനിച്ച മന്ത്രവാദിനിയെ വിളിക്കാൻ മറ്റൊരു സൈനികനോട് യുദ്ധപ്രഭു ആവശ്യപ്പെട്ടു. സൈനികർ തങ്ങളുടെ കൂട്ടുകാരന്റെ ശവം മാറ്റി. യുദ്ധപ്രഭു ആകട്ടെ താൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് നീങ്ങി. അടുത്ത ദിവസം ഉറക്കത്തിൽ നിന്ന് ജേസൺ ഞെട്ടിയുണർന്നു. മുളങ്കാടിന്റെ നടുവിലായിരുന്നു അവനപ്പോൾ. ചുറ്റും ലൂയാനോ ഗോൾഡൻ സ്പാരോയോ ഇല്ല. വെളുത്ത വസ്ത്രം ധരിച്ച കുതിരപ്പുറത്തുള്ള ഏതൊരു സഞ്ചാരിയെ അവൻ കണ്ടു. ജേസൺ അയാളിൽ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും ആ കുതിരക്കാരൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ദണ്ട് കൈക്കലാക്കി. പിന്നാലെ അവിടെ നിന്ന് പാഞ്ഞുപോയി. വൈകാതെ ലൂയാനും ഗോൾഡൻ സ്പാരോയും അങ്ങോട്ടേക്ക് വന്നെത്തി. ജേസണിൽ നിന്നും അവർ വിവരമറിഞ്ഞു. കുതിരപ്പുറത്ത് വന്ന വ്യക്തിയെ പിന്തുടരാൻ അവർ തീരുമാനിച്ചു. മുന്നോട്ട് ചെന്ന് അവർ ദൂരെ ഒരു ടെമ്പിളിന് മുന്നിൽ ആ വെളുത്ത കുതിരയെ കണ്ടു. അവർ അകത്തേക്ക് കടന്നു ചെന്നു. അതിനകത്ത് ഒരു മങ്കുണ്ടായിരുന്നു. ആ സൈലന്റ് മങ്കിനെടുക്കൽ ദണ്ട് തിരികെ തരാനും മറ്റും പറഞ്ഞ് ലൂയാൻ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ആ മങ്ക് തിരികെ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ആ മങ്കിനെതിരെ ബലപ്രയോഗം നടത്താൻ ലൂയാൻ നിർബന്ധിതനായി. അവർ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. ആ സമയത്താണ് വെളുത്ത വസ്ത്രം ധരിച്ച ആ മങ്ക് ശക്തനായ ഒരു പോരാളിയാണെന്ന് തെളിയുന്നത്. ലൂയാനും തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ലൂയാൻ വീഞ്ഞു കുടിക്കുകയും തന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ആ മങ്ക് നിശബ്ദനായി ലൂയാന്റെ എല്ലാ പഞ്ചുകളെയും പ്രതിരോധിച്ചു. പക്ഷേ മദ്യപിച്ചുകൊണ്ടുള്ള ലൂയാന്റെ മുഷ്ടിക്ക് മങ്കിന്റെ എല്ലാ പ്രതിരോധവും തകർക്കാൻ കഴിഞ്ഞു. ഏറ്റുമുട്ടൽ അതിന്റെ വേഗത കൈവരിച്ചു. മങ്ക് തന്റെ പോരാട്ട ശൈലി മാൻഡിസ് വിദ്യയിലേക്ക് മാറ്റി. പക്ഷേ ആ മാൻഡിസ് വിദ്യ അവനെ അപകടത്തിലേക്ക് നയിച്ചു. കാരണം ലൂയാന് അതിനെതിരെ എന്തു ചെയ്യണമെന്ന് കൃത്യമായിട്ടറിയാമായിരുന്നു. അവർ ശക്തമായ പ്രഹരങ്ങൾക്കായി മാറി ദണ്ടിനായി പോരാട്ടം തുടർന്നു. ഏറ്റുമുട്ടലിനൊടുവിൽ ദണ്ട് ജേസൺ നിൽക്കുന്ന ആ ടെമ്പിളിന്റെ വാതിലിലേക്ക് പറന്നുയരുകയും അതവന്റെ കൈകളിലേക്ക് വന്നു വീഴുകയും ചെയ്തു. ആ മങ്ക് യുദ്ധപ്രഭുവിനെ അനുസരിക്കുന്നവനല്ലെന്നും മറിച്ച് ദണ്ട് കൈവശം വെച്ചിരിക്കുന്നവനെ മങ്കി കിങ്ങിന്റെ അടുത്തേക്ക് നയിക്കേണ്ടവനാണെന്നും അതോടെ വ്യക്തമാവുക കൂടിയായിരുന്നു. ദണ്ട് കൈവശം വെച്ചിരിക്കുന്ന യഥാർത്ഥ വ്യക്തി അഥവാ രക്ഷകൻ ജേസനാണെന്ന് ലൂയാൻ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നാലെ വീഞ്ഞു കുടിച്ചു. ആ മങ്ക് ജേസന്റെ അടുക്കലേക്ക് നടന്നു ചെന്ന് ഉറക്കച്ചിരിച്ചു. ഇതേ സമയം മറ്റൊരിടത്ത് റെസ്റ്റോറന്റിലേക്ക് എത്തിയിരുന്ന ഒരു വിച്ച് അഥവാ മന്ത്രവാദിനി ജേസനെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമീണനെ ചോദ്യം ചെയ്യുകയായിരുന്നു. എന്നാൽ അയാൾക്കൊന്നും അറിവുണ്ടായിരുന്നില്ല. അയാളൊന്നും പറയാതെ നിന്നപ്പോ ക്രൂരിയായ അവൾ തന്റെ ചാട്ടവാർ കൊണ്ട് അയാളുടെ കഴുത്തിൽ മുറക്കി അയാളെ ക്രൂരമായിട്ട് കൊന്നു. പിന്നാലെ ഒരു സ്ത്രീ തന്റെ കയ്യിൽ കിട്ടിയിരുന്ന ഒരു ഡാഗർ അവൾക്ക് കൊണ്ടുവന്നു കൊടുത്തു. അത് ഗോൾഡൻ സ്പാരോയുടേതാണ്
എന്ന് പെട്ടെന്ന് തന്നെ ആ മന്ത്രവാദിനി തിരിച്ചറിഞ്ഞു. മറുവശത്ത് ലൂയാനും ആ മങ്കും ചേർന്ന് ജേസനെ കുംഫു പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവർ അവനെ റൈഡേഴ്സ് പോസ് അഭ്യസിപ്പിച്ചു. പക്ഷേ മങ്കും ലൂയാനും രണ്ടു തരത്തിലുള്ള കുംഫു പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അതിലെ വ്യത്യസ്തതകൾ കൊണ്ട് ജേസന് നിരന്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഗോൾഡൻ സ്പാരോ ആകട്ടെ ഇതൊക്കെ നോക്കി നിന്ന് അവരെ പരിഹസിച്ച് ചിരിക്കുമായിരുന്നു. കഠിനമായ പരിശീലനം തുടർന്നു പോന്നു. ജേസനാകട്ടെ എല്ലാം കൊണ്ടും മടുക്കുകയും ചെയ്തു. അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തിരികെ പോകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ അവനെ അവിടെ പിടിച്ചു നിർത്തി. നീ ഇത് പഠിച്ചേ പറ്റൂ, ഇതിലൂടെ കടന്നുപോയേ പറ്റൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. പരിശീലനം ജേസന് വളരെ ദുസ്സഹമായി തോന്നി. അവൻ വേദന കൊണ്ട് നിരന്തരം നിലവിളിച്ചെങ്കിലും മറ്റു വഴിയില്ലാതെ തന്റെ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പതുക്കെ ജേസന്റെ പരിശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങി. അവന്റെ ഗുരുക്കന്മാർ അത് ശ്രദ്ധിക്കുകയും ചെയ്തു. ആ സമയത്തും ഗോൾഡൻ സ്പാരോ അവിടെ ഒരു മൂലയിലിരുന്ന് തന്റെ സംഗീതോപകരണം വായിക്കുകയായിരുന്നു. പിന്നീട് അവർ യാത്ര തുടർന്നു. തങ്ങളുടെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു മരത്തിൽ മനുഷ്യരുടെ മൃതദേഹങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് അവർ കണ്ടു. അവരെല്ലാം യുദ്ധപ്രഭുവിന്റെ ക്രൂരമായ ഭരണത്തിന്റെ ഇരകളായിരുന്നു. അയാളെ കൊന്ന് ചോരയ്ക്ക് ചോര പകരം വീട്ടണമെന്നും അവന് യാതൊരുവിധ മാപ്പും കൊടുക്കില്ല എന്നും ഗോൾഡൻ സ്പാരോ ആക്രോശിച്ചു. അത് കേട്ടതും നീ ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയാണെന്നും നീ നിന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങണം എന്നുമായിരുന്നു മങ്ക് ഉപദേശിച്ചത്. ആ സമയം അവൾ പറഞ്ഞു, എന്റെ പിതാവ് വാർലോഡിനെ എതിർത്ത് ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തെ ശിക്ഷിക്കാൻ ആ യുദ്ധപ്രഭു അയാളുടെ സൈന്യത്തെ അയച്ചു. അവർ അവളുടെ ഗ്രാമം പൂർണ്ണമായും കത്തിച്ച് ചാമ്പലാക്കി. അവിടുത്തെ മനുഷ്യരെയൊക്കെ കൊന്നൊടുക്കി. വാർലോഡിന്റെ അമ്പേറ്റ് മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അവളുടെ അമ്മ അവളെ കിണറ്റിൽ ഒളിപ്പിച്ചു. അതുകൊണ്ടായിരുന്നു അവൾ രക്ഷപ്പെട്ടത്. അവളുടെ കയ്യിലുള്ള ആ ഡാഗർ കൊണ്ട് യുദ്ധപ്രഭുവിന്റെ നെഞ്ചു പിളർക്കാനാണ് അവൾ ഇപ്പോൾ കാത്തിരിക്കുന്നതും. പക്ഷെ ആ മങ്ക് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. മറുവശത്ത് മന്ത്രവാദിനി ജെയ്സനെ പിന്തുടരുന്നത് തുടരുന്നുണ്ടായിരുന്നു. ജെയ്സനും സംഘവും മരുഭൂമിയിലേക്ക് എത്തിച്ചേർന്നു. നീണ്ട മരുഭൂമി, അതിലൂടെയുള്ള യാത്ര അത്രമേൽ ദുസ്സഹമായിരുന്നു. മരുഭൂമിയിലൂടെയുള്ള യാത്രക്കിടയിൽ ജേസൺ ഒരു മണൽക്കുന്നിൽ നിന്ന് താഴേക്ക് വഴുതി വീഴാൻ തുടങ്ങി. എന്നാൽ ഗോൾഡൻ സ്പാരോ കൃത്യസമയത്ത് അവന് കൈത്താങ്ങ് നൽകി രക്ഷിച്ചു. അവനവൾക്ക് താഴെ വീണുപോയ അവളുടെ ഡാഗർ എടുത്തു കൊടുത്തു. ആ നിമിഷം അവർക്കിടയിൽ ഒരു പ്രത്യേക പ്രണയ സാമീപ്യം രൂപപ്പെട്ടു. അത് അവരുടെ കണ്ണുകളിൽ നിഴലിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ലൂയാന് ആ മങ്ക് തങ്ങളെ തെറ്റായ വഴിയിലൂടെയാണോ കൊണ്ടുപോകുന്നത് എന്ന ആശങ്ക തോന്നി. ജേസൺ മങ്കിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, മരുഭൂമി കടന്നാലും നമ്മൾ വലിയൊരു സംഘം ജേഡ് സൈന്യത്തോട് പോരാടേണ്ടി വരില്ലേ? നിങ്ങൾക്കെന്നിൽ വിശ്വാസമുണ്ടോ? നീ ശ്വാസമെടുക്കുന്ന കാര്യം ഓർത്താൽ മതി എന്നായിരുന്നു മങ്ക് പറഞ്ഞത്. അതായത് ആപത്ഘട്ടത്തിലും മനസ്സിന്റെ ശാന്തത കൈവിടാതിരിക്കുക. അവർ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. മരുഭൂമിയിലൂടെ മുന്നോട്ട് പോകുമ്പോ വെള്ളം കിട്ടിയില്ലെങ്കിൽ തങ്ങൾ ദാഹിച്ചു മരിക്കും എന്ന് ലൂയാൻ ആവലാതിപ്പെട്ടു. ഗോൾഡൻ സ്പാരോക്ക് അത് കിട്ടി ദേഷ്യം വന്നു. നിങ്ങൾ അമർത്യനല്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു മഴ പെയ്യിക്കാൻ കഴിയാത്തത്? ലൂയാൻ പെട്ടെന്ന് മുട്ടുകുത്തിയിരുന്ന് ഒരു ബ്രഷ് എടുത്ത് ഒരു മാന്ത്രിക ചുരുൾ പുറത്തെടുത്ത് അതിൽ തന്റെ ഉമിനീര് നനച്ച് എന്തോ എഴുതാൻ തുടങ്ങി. ആ ലിപികൾ എഴുതുമ്പോ മുകളിൽ നിന്നതാ മഴ പെയ്യുന്നു എന്നേവരും സന്തോഷത്തോടെ ചിന്തിച്ചു. പക്ഷേ കാര്യങ്ങൾ തെളിഞ്ഞു വന്നപ്പോഴോ അതാ മങ്ക് അവിടുത്തെ മലമുകളിൽ കയറി നിന്ന് മൂത്രമൊഴിക്കുന്നതായിരുന്നു. അത് കണ്ടതും അദ്ദേഹം മങ്കുകൾക്കും ബുദ്ധന്റെ നാമത്തിന് തന്നെയും അപമാനമാണ് എന്ന് ലൂയാൻ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. ദാ ആ അകലെ കാണുന്ന മലയിലേക്കാണ് താൻ അവരെ നയിക്കുന്നത് എന്നായിരുന്നു മങ്ക് തിരിച്ചു പറഞ്ഞത്. വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഈ യാത്രാമധ്യേ ജെയ്സണ് അവർ കൊടുത്തുകൊണ്ടിരുന്ന പരിശീലനം പൂർണ്ണതയിലെത്തി. അവൻ കുംഫുവിന്റെ അടവുകളിൽ മാസ്റ്ററായി മാറി. ആ ആയോധന കല പൂർണ്ണമായി ഉപയോഗിച്ച് തന്റെ കയ്യിലുള്ള ദണ്ഡ് മനോഹരമായി അവൻ കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചു. ഒരു ദിവസത്തെ പരിശീലനത്തിന് ശേഷം അവൻ സംഗീതം വായിച്ചുകൊണ്ടിരുന്ന ഗോൾഡൻ സ്പാരോയുടെ അടുത്ത് ചെന്നിരുന്നു. അവൾ ആകാശത്തെ മനോഹരമായ മേഘങ്ങൾ ശ്രദ്ധിക്കുകയും അവയിൽ മൃഗങ്ങളുടെ രൂപങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ജെയ്സണും ആ മേഘങ്ങളിൽ തനിക്ക് പരിചിതമായ എന്തോ ഒന്നുണ്ടെന്ന് കണ്ടെത്തി. അവർ വളരെയധികം അടുത്തിരുന്ന് പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പറയാൻ ഗോൾഡൻ സ്പാരോ അവനോട് പറഞ്ഞു. തനിക്ക് അമ്മയുണ്ടെന്നായിരുന്നു അവൻ പറഞ്ഞത്. അപ്പോ അച്ഛനോ എന്ന് സ്പാരോ തിരക്കി. താൻ അച്ഛനെ കണ്ടിട്ടേയില്ല എന്നായിരുന്നു ജേസന്റെ മറുപടി. അച്ഛനെ കാണാൻ ആഗ്രഹമുണ്ടോ എന്നവൾ ചോദിച്ചപ്പോ ഉള്ളിന്റെ ഉള്ളിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ
ഇല്ലെന്നായിരുന്നു അവൻ പറഞ്ഞത്. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് മന്ത്രവാദിനി പ്രത്യക്ഷപ്പെട്ടത്. അവരുടെ സംഭാഷണം അതോടെ മുറിപ്പെട്ടു. പ്രശ്നമുണ്ടാക്കാനെത്തിയ മന്ത്രവാദിനി താനവനെ അവന്റെ സ്വന്തം നാട്ടിലെത്തിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് ആ സുവർണദണ്ഡ് തനിക്ക് നൽകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ജേസൺ അതിന് വഴങ്ങിയില്ല. ധൈര്യത്തോടെ അവൻ അതിനെ എതിർത്തു. അതോടെ ദേഷ്യത്തിൽ ആ മന്ത്രവാദിനി പറഞ്ഞു, ഒരു വിഡ്ഢിയെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച നിങ്ങളെല്ലാവരും വലിയ വിഡ്ഢികൾ തന്നെ. കനത്ത പരിഹാസമായിരുന്നു മന്ത്രവാദിനിയുടെ വാക്കുകളിൽ നിഴലിച്ചത്. പിന്നാലെ ജേസന്റെ കൈകളിൽ നിന്ന് ആ ദണ്ഡ് തട്ടിയെടുക്കാൻ മന്ത്രവാദിനി ആഞ്ഞെടുത്തു. എന്നാൽ കൃത്യസമയം മങ്ക് അങ്ങോട്ടേക്കെത്തി അതിൽ ഇടപെട്ടു, അവനെ രക്ഷപ്പെടുത്തി. തുടർന്ന് ജേസനെ വധിക്കാൻ മന്ത്രവാദിനി തന്റെ ആളുകളോട് ഉത്തരവിട്ടു. അവിടെ പിന്നാലെ കടുത്ത പോരാട്ടം അരങ്ങേറി. ശക്തമായ ഏറ്റുമുട്ടൽ നീണ്ടുനിന്ന ആ പോരാട്ടത്തിൽ ജേസനും സംഘവും വിജയിക്കുകയും ചെയ്തു. എന്നാൽ കൂടുതൽ ശത്രുസൈന്യം ഇരച്ചെത്തിയതോടെ അവർ കുതിരപ്പുറത്ത് വേഗത്തിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ തുടങ്ങി. മന്ത്രവാദിനി ഒരു അമ്പും വില്ലും കയ്യിലെടുത്തു. അവളത് ജേസനെ ലക്ഷ്യം വെച്ച് ആകാശത്തേക്ക് തൊടുത്തുവിട്ടു. പക്ഷെ അത് ചെന്ന് പതിച്ചതാകട്ടെ ലൂയാന്റെ ശരീരത്തിലായിരുന്നു. ലൂയാൻ അസ്വസ്ഥത തോന്നുകയും അദ്ദേഹം കുതിരപ്പുറത്തു നിന്ന് താഴെ വീഴുകയും ചെയ്തു. ലൂയാനെ അവർ അടുത്തുള്ള ഒരു ചികിത്സാ കേന്ദ്രത്തിൽ എത്തിച്ചു. പക്ഷെ അവിടെയെങ്ങും വൈൻ കിട്ടാൻ ഒരു സാധ്യതയുമില്ലായിരുന്നു. വൈനില്ലെങ്കിൽ ലൂയാൻ മരണപ്പെടും എന്നായിരുന്നു അവർ ചിന്തിച്ചത്. അവിടെ ചികിത്സിക്കാനുണ്ടായിരുന്ന ആ ഒരു മങ്ക് അവരോടായി പറഞ്ഞു, മുറിവ് വളരെ ആഴത്തിലുള്ളതാണ്, ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല. ഉടൻ ജേസൺ പറഞ്ഞു, അദ്ദേഹം 8 അമർത്യരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്ന ഔഷധം വീനാണ്. അതെങ്ങനെയെങ്കിലും കിട്ടിയാൽ ലൂയാൻ രക്ഷപ്പെടും. അവർ ആ മങ്കിനെ എങ്ങനെയെങ്കിലും വീനെ സംഘടിപ്പിക്കാൻ പറഞ്ഞുവിട്ടു. മരണത്തോട് പോരാടുന്ന ലൂയാൻ ജേസന്റെ പ്രായത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന തന്റെ പഴയ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പണ്ട് അമർത്യരായ പണ്ഡിതന്മാരുടെ ഒരു കഠിന പരീക്ഷണത്തിന് ക്ഷണിക്കപ്പെടുന്നതുവരെ അദ്ദേഹം ഒരു മികച്ച കുംഫു പോരാളി മാത്രമായിരുന്നു. എന്നാൽ അദ്ദേഹം ആ മത്സരത്തിൽ പരാജയപ്പെട്ടു. പിന്നാലെ ലൂയാൻ വ്യക്തമാക്കി, ഞാൻ അമർത്യനൊന്നുമല്ല, അത് വെറും കെട്ടുകഥയാണ്. അമർത്യർക്ക്, മരണമില്ലാത്തവർക്ക് തങ്ങളുടെ വികാരങ്ങളും പ്രണയവും പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ അവരുടെ ഹൃദയം ഒരിക്കലും നിലയ്ക്കാതിരിക്കുകയുള്ളൂ. പക്ഷേ ലൂയാന് തന്റെ വികാരങ്ങൾ അടക്കാൻ പറ്റുമായിരുന്നില്ല. മനുഷ്യരെ സ്നേഹിച്ച് അവരെ സഹായിക്കാനാണ് ലൂയാൻ എപ്പോഴും ശ്രമിച്ചത്. ഞെട്ടലോടെയായിരുന്നു ജേസൺ അത് കേട്ടത്. പിന്നീട് അവിടുത്തെ മങ്കിനോട് സംസാരിച്ചപ്പോ അമരത്വം നൽകുന്ന യഥാർത്ഥ ദിവ്യപാനീയം ഒന്നു മാത്രമേ ഉള്ളൂവെന്നും അത് ജേഡ് കൊട്ടാരത്തിലാണുള്ളതെന്നും അദ്ദേഹം ജേസണടുക്കൽ പറഞ്ഞു. ലൂയാന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ആ ദിവ്യപാനീയം കിട്ടിയേ പറ്റൂ. അതോടെ എത്രയും വേഗം ആ കൊട്ടാരത്തിലേക്ക് എത്തണം എന്നവർ ചേർന്ന് തീരുമാനിക്കുകയാണ്. അതിനെന്തു ചെയ്യും എന്നവർ ചിന്തിച്ചു നിൽക്കെ മങ്ക് പറഞ്ഞു, 2 ദിവസത്തിനകം ആകാശത്ത് ചന്ദ്രനില്ലാത്ത രാത്രി വരും. ആ സമയം ജേഡ് കൊട്ടാരത്തിലേക്കുള്ള രഹസ്യവഴി തുറക്കപ്പെടും. അവർ പിന്നാലെ അതിനായി കാത്തിരിക്കാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ ജേസൺ ജനലിനരികിൽ നിശബ്ദിയായി നിൽക്കുന്ന ഗോൾഡൻ സ്പാരോയെ കണ്ടു. അവൾക്കടുത്തെത്തി അവൻ സംസാരിച്ചു. അവനിപ്പോൾ പഴയതിനേക്കാൾ മെച്ചുവേർഡായെന്നും ശക്തനുമായി മാറിയെന്നും അവൾ സ്നേഹത്തോടെ പറഞ്ഞു. പിന്നീട് മങ്ക് ലൂയാന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ ജേസൺ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ജേസൺ തനിച്ച് അതിനോടകം ജേഡ് കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. കൊട്ടാരത്തിന്റെ വലിയ പ്രവേശന കവാടത്തിൽ കാവൽക്കാർ ഇരുവശത്തേക്കും മാറി നിന്ന് ജേസനെ അകത്തേക്ക് കടത്തിവിട്ടു. മാന്ത്രിക ദണ്ഡ് ഉയർത്തിപ്പിടിച്ചായിരുന്നു അവൻ അങ്ങോട്ടേക്ക് എത്തിയത്. ആ സുവർണദണ്ഡ് കണ്ടതും പോരാളികൾ വഴിമാറിക്കൊടുത്തു. അതിന്റെ അങ്ങേയറ്റത്ത് ആ മന്ത്രവാദിനി നിൽക്കുന്നുണ്ടായിരുന്നു. താൻ തന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞുവെന്നും താൻ അവർക്ക് ആ സുവർണദണ്ഡ് കൈമാറാൻ വന്നതാണ് എന്നും ജേസൺ പ്രഖ്യാപിച്ചു. അങ്ങനെ ജേസൺ വാർലോഡിന്റെ മുമ്പിലേക്ക് എത്തിപ്പെട്ടു. യുദ്ധപ്രഭുവിനോട് അവൻ സംസാരിച്ചു. സുവർണദണ്ഡ് താൻ അവർക്ക് നൽകാം, പകരം ലൂയാനെ രക്ഷിക്കാൻ ആ ദിവ്യപാനീയം, അമരത്വത്തിന്റെ ഔഷധം അവർ അവന് കൈമാറണം. അത് കേട്ടതും ആ യുദ്ധപ്രഭു പറഞ്ഞു, അമരത്വത്തിന്റെ ഔഷധം, അതിന്റെ ആ ഒരു ഭാഗം ഞാൻ ഈ മന്ത്രവാദിനിക്കായി കരുതി വെച്ചതാണ്. പക്ഷേ ദണ്ഡ് കൊണ്ടുവന്നത് അവളല്ലല്ലോ. ഇനിയിപ്പോൾ ഒരു വഴിയേയുള്ളൂ. നിങ്ങൾ പരസ്പരം പോരടിക്കുക. ദണ്ഡിനായി മന്ത്രവാദിനിയും ഔഷധത്തിനായി നീയും. ആര് വിജയിക്കുന്നോ അവർക്ക് വേണ്ടത് കിട്ടും. ഇതേസമയം മറുവശത്ത് മങ്കും ഗോൾഡൻ സ്പാരോയും ചേർന്ന് ജേഡ് കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചിരുന്നു. എത്രയും വേഗം അവിടെത്തി ജേസനെ രക്ഷിക്കണം എന്നത് മാത്രമായിരുന്നു അവരുടെ ഉള്ളിൽ. കൊട്ടാരത്തിൽ വൈകാതെ അംഗക്കളം ഒരുങ്ങി. ജേസനും മന്ത്രവാദിനിയും ഏറ്റുമുട്ടാനായി ഒരുങ്ങി നിന്നു. വൈകാതെ കടുത്ത ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ മന്ത്രവാദിനി വളരെ ക്രൂരയും ശക്തിയുമായ ഒരു എതിരാളിയാണെന്ന കാര്യം തെളിഞ്ഞു.
അവൾ തന്റെ മാരകമായ പ്രഹരങ്ങളാൽ ജേസനെ വീണ്ടും നിലം പതിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവൻ അവളുടെ ചാട്ടവാറിനുള്ളിൽ പൂർണ്ണമായി കുടുങ്ങി. ജേസൺ ആ ഏറ്റുമുട്ടലിൽ പൂർണ്ണമായി പരാജയപ്പെടുകയായിരുന്നു. തനിക്കെതിരെ ജയിക്കാൻ കഴിയുമെന്ന് കരുതി അവിടെത്തിയ ജേസന്റെ വിഡ്ഢിത്തത്തെപ്പറ്റി പറഞ്ഞ് ആ വാർലോഡ് ഉറക്കെ പരിഹസിച്ചു ചിരിച്ചു. പിന്നാലെ വാർലോഡ് ജേസന്റെ തല വെട്ടാനൊരുങ്ങി. എന്നാൽ കൃത്യസമയത്ത് മങ്കും ഗോൾഡൻ സ്പാരോയും കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറിയിരുന്നു. മങ്ക് കൊട്ടാരത്തിലെ കാവൽക്കാരോട് പോരടിച്ചപ്പോ പാരോ മന്ത്രവാദിനിയോട് എതിരിട്ടു. വാർലോഡ് തന്റെ മാന്ത്രിക ശക്തി പ്രയോഗിച്ച് ആ ദണ്ട് കത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. എന്നാൽ മങ്ക് ജീവൻ പണയം വെച്ച് ആ വിശുദ്ധ ദണ്ട് രക്ഷപ്പെടുത്തി. പിന്നാലെ അമർത്യനായ വാർലോഡുമായി നേരിട്ടുള്ള പോരാട്ടം ആരംഭിച്ചു. ആ സമയം മറ്റു മങ്കുകളും അവരുടെ സഹായത്തിനായി അങ്ങോട്ടേക്കെത്തിയിരുന്നു. ആ ബഹളത്തിനിടയിൽ ജേസൺ അതീവ രഹസ്യമായി അമരത്വത്തിന്റെ പാനീയം കൈക്കലാക്കി. മന്ത്രവാദിനി അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും ആ മരുന്നുകുപ്പി അന്തരീക്ഷത്തിലൂടെ ഉയർന്ന് അവിടുത്തെ കുട്ടിമങ്കിന്റെ കൈകളിലെത്തി. ആ കുട്ടിമങ്കാകട്ടെ കൂടെയുണ്ടായിരുന്ന മങ്കിനെടുക്കൽ അത് കൈമാറി. അയാൾ അതിനെ തലകൊണ്ട് തട്ടി കൂടെയുള്ളയാളുടെ അടുത്തേക്ക് എത്തിച്ചു. ഒടുവിലത് ലൂയാന്റെ കൈകളിൽ വന്നു ചേർന്നു. അദ്ദേഹം ആ ദിവ്യ പാനീയം ഒരൊറ്റ വലിക്ക് കുടിച്ചു തീർത്തു. പെട്ടെന്ന് തന്നെ തന്റെ മരണക്കിടക്കയിൽ നിന്ന് അമാനുഷിക കരുത്തോടെ ലൂയാൻ ചാടിയെഴുന്നേറ്റു. തന്റെ മുന്നിലുള്ള കാവൽക്കാരുടെ കൂട്ടത്തെ അടിച്ചു തെറിപ്പിക്കാൻ ആരംഭിച്ചു. മറുവശത്ത് മങ്കാകട്ടെ വാർലോഡുമായി കനത്ത പോരാട്ടത്തിലായിരുന്നു. വാർലോഡ് തന്റെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് മങ്കിന്റെ തോളിൽ തന്നെ ആഴ്ന്നിറങ്ങുന്ന മുറിവേൽപ്പിച്ചു. എന്നാൽ വാർലോഡ് വീണ്ടും മാരകമായി മങ്കിനുമേൽ പരിക്കേൽപ്പിച്ചു. തന്റെ അവസാന ശ്വാസമെടുത്തപ്പോൾ അദ്ദേഹം ആ സുവർണദണ്ട് ജേസന്റെ നേരെ എറിഞ്ഞുകൊടുത്ത് മങ്കി കിങ്ങിന്റെ ശില്പത്തിലടിക്കാൻ ആവശ്യപ്പെട്ടു. മങ്കി കിങ്ങിനെ മോചിപ്പിക്കാൻ അദ്ദേഹം സ്വന്തം ജീവൻ ബലി നൽകി. ജേസൺ ആ സുവർണദണ്ട് കിട്ടിയതും മങ്കി കിങ്ങിന്റെ ശില്പത്തിൽ ശക്തിയായി അടിച്ചു. ആ നിമിഷം കൊട്ടാരം മുഴുവൻ പ്രത്യേക തരത്തിലുള്ള ഊർജ്ജത്തിളക്കമുണ്ടായി. ആ ആഘാതത്തിൽ എല്ലാവരും തറയിലേക്ക് തെറിച്ചു വീണു. ഒരു നിമിഷത്തിനു ശേഷം മങ്കി കിങ്ങിന്റെ ആ ശില്പത്തിന്റെ സ്ഥാനത്ത് സാക്ഷാൽ മങ്കി കിങ് ജീവനോടെ നിവർന്നു നിന്നു. രക്തത്തിൽ കുളിച്ചു കിടന്ന ആ മങ്കി കിങ്ങിനെ നോക്കി സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു. അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോവുകയും ചെയ്തു. ആ സമയമാണത് വ്യക്തമായത്. ആ മങ്കി കിങ്ങിന്റെ മുടിനാരിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രതിരൂപം അഥവാ ക്ലോൺ മാത്രമായിരുന്നു. മങ്കി കിങ് അതീവ ബുദ്ധിമാനും ശക്തനുമായിരുന്നു. പൂർണ്ണ പ്രതാപത്തോടെ മങ്കി കിങ് തിരികെ എത്തിയതോടെ വാർലോഡിന്റെ പതനമുറപ്പായി. ഒരൊറ്റ പ്രഹരത്തിലൂടെ മങ്കി കിങ് വാർലോഡിനെ ആ ഹാളിന്റെ അങ്ങേയറ്റത്തേക്ക് അടിച്ചു തെറിപ്പിച്ചു. ഇതേ സമയം ലൂയാൻ മന്ത്രവാദിനിയെ കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. പക്ഷേ അവൾ തന്റെ നീണ്ട മുടി അദ്ദേഹത്തിനു ചുറ്റും വരിഞ്ഞു മുറുക്കി വീണ്ടും മുകളിലേക്ക് കയറി വരാൻ തുടങ്ങി. ലൂയാൻ ഒട്ടും മടിച്ചില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം പുറത്തെടുത്ത് അവളുടെ മുടിയെറുത്തു മാറ്റി. അതോടെ മന്ത്രവാദിനി അഗാധതയിലേക്ക് വീണു മരിച്ചു. പരിക്കേറ്റിരുന്ന ഗോൾഡൻ സ്പാരോ തന്റെ അവസാന കരുത്തുമെടുത്ത് വാർലോഡിനെ കൊല്ലാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം അയാൾക്ക് നേരെ എറിഞ്ഞു. എന്നാൽ അയാളത് തന്റെ ബ്ലാക്ക് മാജിക് ശക്തിയാൽ തടഞ്ഞു നിർത്തുകയും പാരോയെ നിലത്തേക്കടിച്ചു വീഴ്ത്തുകയും ചെയ്തു. അവൾക്ക് ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. അവൾ ആ ആയുധം ജേസന്റെ കൈകളിൽ ഏൽപ്പിച്ചു. തന്റെ നേരെ വായുവിൽ പറന്നുയർന്നു വന്ന ആ വാർലോഡിനെ ജേസൺ തന്ത്രപരമായി പിടികൂടി. ആ ആയുധം അവന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. മന്ത്രശക്തിയുള്ള ആ ആയുധം വാർലോഡിന്റെ ശരീരത്തിൽ പതിച്ചതും വാർലോഡ് അവിടെ നിന്ന് കുഴഞ്ഞ് താഴേക്ക് പതിച്ചു. താഴെ മാന്ത്രികതയാൽ സൃഷ്ടിക്കപ്പെട്ട ലാവയുണ്ടായിരുന്നു. ആ തിളച്ചുമറഞ്ഞ ലാവയിലേക്ക് വീണ് അയാൾ ചാരമായി മാറി. അങ്ങനെ ആ കിരാതന്റെ ക്രൂരഭരണത്തിൽ നിന്ന് ആ പ്രദേശം ഒടുവിൽ മോചിതമായി. ജേസൺ അതിവേഗം പാരോയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് താൻ വാർലോഡിനെ കൊന്ന് പ്രതികാരം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞു. അവൾ ജേസണെടുക്കൽ നന്ദി പറഞ്ഞ് നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. പതുക്കെ കണ്ണുകൾ എന്നേക്കുമായി അടച്ചു. പാവം ജേസന് അവളെ ഒരിക്കൽ പോലും ചുംബിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ജേസൺ ആ പെൺകുട്ടിയുടെ ദേഹവും പൊക്കിയെടുത്ത് വെളിച്ചം പുറപ്പെടുന്ന അവിടെ ഉണ്ടായിരുന്ന ജ്ഞാനിയുടെ ചക്രവർത്തിയുടെ അടുക്കലേക്ക് ചെന്നു. എന്നാൽ വിധിക്ക് മുന്നിൽ താൻ നിസ്സഹായനാണെന്നും അവൾ സ്വന്തം വിധി സ്വയം തിരഞ്ഞെടുത്തതാണെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എങ്കിലും ജേസൺ ഇപ്പോൾ അവന്റെ എന്തെങ്കിലും ഒരു ആഗ്രഹം പറയാമെന്നും താനത് സാധിച്ചു തരുമെന്നും ചക്രവർത്തി വാഗ്ദാനം ചെയ്തു. തനിക്ക് തന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങണം എന്നായിരുന്നു ജേസൺ പറഞ്ഞത്. ലൂയാൻ അവൻ അടുത്തു വന്നു പറഞ്ഞു, ഗുരുവും ശിഷ്യനും അവരുടെ വഴികൾ പിരിയുന്നതുവരെ ഒരേ ആത്മാവാണ് പങ്കിടുന്നത്. താൻ അദ്ദേഹത്തെ ഒരിക്കലും മറക്കില്ല എന്ന് ജേസൺ പ്രോമിസ് ചെയ്തു. അതാണ് യഥാർത്ഥ അമരത്വമെന്ന് ലൂയാൻ പുഞ്ചിരിയോടെ മറുപടി നൽകി. തന്നെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചതിന് മങ്കി കിങ് ജേസനോട് ഹൃദയം നിറഞ്ഞ് നന്ദി
വിളിച്ചറിയിച്ചു. അവനോട് സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവൻ കൊട്ടാരത്തിന്റെ വലിയ കവാടത്തിലേക്ക് നടന്നു ചെന്ന് എല്ലാവരെയും അവസാനമായി തിരിഞ്ഞു നോക്കി. ജ്ഞാനിയായ ചക്രവർത്തി അവന്റെ നേരെ ദിവ്യമായി ഊതിയതോടെ ജെയ്സൺ മേഘങ്ങൾക്കിടയിലൂടെ താഴേക്ക് പറന്ന് തന്റെ സ്വന്തം കാലഘട്ടത്തിലേക്ക് യാത്രയായി. അവൻ കണ്ണു തുറക്കുമ്പോ ശരീരത്തിൽ ചതവുകളോടെ സ്വന്തം നാട്ടിലെ റോഡിൽ കിടക്കുകയായിരുന്നു. നേരത്തെ അവനെ ആക്രമിച്ചുകൊണ്ടിരുന്ന പ്രശ്നക്കാരായ പയ്യന്മാർ വേലിച്ചാടിക്കടന്നുവന്ന് അവനെ തല്ലാനായി നിന്നു. പക്ഷേ ജേസൺ ഭയപ്പെടാതെ മിണ്ടാതിരുന്നു. ആ വൃദ്ധന്റെ മരണത്തെക്കുറിച്ച് പോലീസിനോടൊരക്ഷരം പോലും പറയരുതെന്ന് ലൂപ്പോ അവനെ കോളറിൽ പിടിച്ച് ഭീഷണിപ്പെടുത്തി. പക്ഷേ ഇത്തവണ ആ ഭീഷണി കേട്ട് അങ്ങനെ നിൽക്കുവാൻ ജേസൺ ഒരുക്കമായിരുന്നില്ല. താൻ പോയിരുന്ന ഇടത്തു നിന്ന് ലൂയാൻ പഠിപ്പിച്ചിരുന്ന മുഴുവൻ കുംഫു മൂവുകളും അവന്റെ ഉള്ളിലേക്ക് ഉണർന്നു വന്നു. അവൻ ആ സംഘത്തിനെതിരെ ശക്തമായി പോരടിച്ചു. ലൂപ്പോയെ ഇടിച്ച് തറപറ്റിക്കുകയും ചെയ്തു. ഒടുവിൽ അവൻ ഒരു ആംബുലൻസ് വിളിച്ചു. ആംബുലൻസിൽ ആ വൃദ്ധനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അയാൾക്കപ്പോഴും ജീവനുണ്ടായിരുന്നു. ലൂയാന്റെ മുഖരൂപമുണ്ടായിരുന്ന ആ വ്യക്തി ദണ്ഡ് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ കയ്യിൽ എത്തിച്ചോ എന്ന് ജേസനോട് ചോദിച്ചു. താൻ അമരത്വമുള്ളവനാണ് എന്ന് പറയുകയും ചെയ്തു. അത് ലൂയാനാണെന്ന് ഒന്നുകൂടി വ്യക്തമാവുകയായിരുന്നു. ആംബുലൻസിൽ അവിടെ നിന്ന് ഹോപ്പ് പോയി കഴിഞ്ഞതും ജെയ്സൺ സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ കണ്ടു. പാരോയെ പോലെ തന്നെ അവൾ കാണപ്പെടുന്നുണ്ടായിരുന്നു. അവൾ നടന്നുപോയതാകട്ടെ അവിടെ ഗോൾഡൻ സ്പാരോ എന്നു പേരുള്ള സ്റ്റോറിലേക്കുമാണ്. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഫോർബിഡൻ കിങ്ഡം എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.